ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതിനായി ഇവിടെ കുറേ ഡാറ്റകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh rupees, ഡയറക്റ്റ് വേജ് 25,000, ഡയറക്റ്റ് എക്സ്പെൻസ് 5,000 rupees, വേജസ് ഓഫ് ഫോർമാൻ 2,500, ഇലക്ട്രിക് പവർ 500 rupees. ഇനി ലൈറ്റിംഗ് ഫാക്ടറി ഓവർ ഹെഡിനായിട്ട് ഒരു 1,500 rupeesഉം ഓഫീസ് ഓവർ ഹെഡുകളിലേക്കായിട്ട് അല്ലെങ്കിൽ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുള്ള ലൈറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഒരു 500 rupeesഉം അതേപോലെ റെന്റ് ഫാക്ടറി ഏരിയകൾക്കായിട്ട് ഒരു 5,000 rupeesഉം ഓഫീസ് ഏരിയകൾക്കായിട്ട് ഒരു 2,500 rupeesഉം റെന്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് സാലറി ടു സെയിൽസ്മാൻ 1,250, അഡ്വർടൈസിങ് എക്സ്പെൻസും 1,250. ഇനി ലാസ്റ്റ് വൺ ആണ് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട് 1,89,500. ഇനി ഈ ഡാറ്റകൾ ഉപയോഗിച്ച് നമ്മളോട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനായി ആദ്യം നമ്മൾ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ കോസ്റ്റ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഡാറ്റകളെല്ലാം അതിലേക്ക് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനായി ആദ്യം നമ്മൾ കോസ്റ്റ് ഷീറ്റിന് ഹെഡിങ് കൊടുക്കണം. കോസ്റ്റ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2020. അതിനുശേഷം ഡയറക്റ്റ് മെറ്റീരിയൽ റെക്കോർഡ് ചെയ്യുക 1 lakh rupees. അതേപോലെ ഡയറക്റ്റ് വേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 25,000 rupeesഉം അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഒരു 5,000 rupeesഉം നമുക്ക് ഡയറക്റ്റ് ഇനത്തിൽ കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടുണ്ട്. ഇത് മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ പ്രൈം കോസ്റ്റ് ആയിട്ട് 1,30,000 rupees കിട്ടി. ആ എമൗണ്ട് നമ്മൾ നേരെ ഔട്ടർ എമൗണ്ടത്തിലെ രണ്ടാമത്തെ എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി എഴുതുകയാണ്. ഇനി അതിനുശേഷം പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡുകളെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡിൽ വരുന്ന കോസ്റ്റുകൾ ഏതെല്ലാം എന്ന് നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ചു വെക്കണം. ഇവിടെ ഫാക്ടറി ഓവർ ഹെഡിൽ വന്നിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഫസ്റ്റ് വൺ, വേജസ് ഓഫ് ഫോർമാന് വേജ് കൊടുത്തത്, അതായത് 2,500 rupees ആണ് ഫോർമാന് വേജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഇലക്ട്രിക് പവറും ഫാക്ടറി ഓവർ ഹെഡിൽ വരുന്ന കോസ്റ്റ് ആണ്. അതൊരു 500 rupees വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നതാണ് ലൈറ്റിംഗ് എക്സ്പെൻസുകൾ ക്വസ്റ്റ്യനിൽ രണ്ടിലും ബാധകമായിട്ട് വന്നിട്ടുണ്ട്. ഫാക്ടറിയിലും വന്നിട്ടുണ്ട്, ഓഫീസിലും വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഫാക്ടറി ഓവർ ഹെഡുകൾ മാത്രമാണ്. അത് കാരണം നമ്മൾ ഫാക്ടറിയിൽ വന്ന ലൈറ്റിംഗ് എക്സ്പെൻസുകൾ മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതായത് 1,500 rupees. അതേപോലെ നെക്സ്റ്റ് വൺ ആണ് റെന്റും ഫാക്ടറിയിലും ഓഫീസ് ആവശ്യങ്ങൾക്കും റെന്റ് ബാധകമായിട്ടുണ്ട് അല്ലെങ്കിൽ റെന്റ് വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഫാക്ടറി ഓവർ ഹെഡ് ആയത് ഫാക്ടറിയിലേക്ക് ആവശ്യമായിട്ട് വന്ന റെന്റ് മാത്രം നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നു, അതായത് 5,000 rupees. ഇത്രയുമാണ് ഫാക്ടറി ഓവർ ഹെഡുമായി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എക്സ്പെൻസുകൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് നമുക്ക് 9,500 rupees കിട്ടും. അതും നമ്മുടെ പ്രൈം കോസ്റ്റുമായി ആഡ് ചെയ്യുമ്പോഴാണ്, പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് പറയുന്ന എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ പ്രൈം കോസ്റ്റ് ആയിട്ട് 1,30,000 rupees നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ടുള്ള 9,500 rupees നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1,39,500 rupees നമുക്ക് ഫാക്ടറി കോസ്റ്റ് ആയിട്ട് ലഭ്യമാവും. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡുകൾ ആഡ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ വരുന്ന എക്സ്പെൻസുകൾ എന്നുള്ളത് ആദ്യം ക്ലാസിഫൈ ചെയ്യണം. ഇവിടെ ഓഫീസ് ആവശ്യങ്ങൾക്കായി വന്നിട്ടുള്ള എക്സ്പെൻസുകൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ, ലൈറ്റിങ്ങിൽ നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തു. ഫാക്ടറിയിലേക്ക് വേണ്ടി ഒരു 1,500ഉം ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 500 rupeesഉം എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് ഏരിയയിലേക്ക് വന്ന 500 rupees നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിൽ കാണിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് റെന്റിലും ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2,500 rupees എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ വന്നിട്ടുള്ള എക്സ്പെൻസുകൾ. അപ്പൊ ഇത് രണ്ടും ടോട്ടൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആയിട്ട് ഒരു 3,000 rupees നമുക്ക് ലഭ്യമാകും. ഇനി ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതായത് 1,39,500
2,500 കൂടെ ടോട്ടൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആയിട്ടുള്ള 3,000 റുപ്പീസ് ആഡ് ചെയ്ത് 1,42,500 റുപ്പീസ് ആണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ആഡ് ചെയ്യാം. ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വന്നിട്ടുള്ള എക്സ്പെൻസുകളാണ് സാലറി ടു സെയിൽസ്മാൻ 1,250, അതേപോലെ തന്നെ അഡ്വർടൈസിംഗ് എക്സ്പെൻസും 1,250. ഇത് രണ്ടും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽ ആയിട്ട് 1,45,000 റുപ്പീസ് ലഭ്യമാകും. ഇനി ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിലിൽ നിന്നും കോസ്റ്റിന്റെ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ വാല്യൂ കിട്ടും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കുക, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടില്ല. പകരം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സെയിലാണ്, സെയിൽസ് വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. 1,89,500 രൂപ, അതായത് 1,89,500 റുപ്പീസ് ആണ് നമുക്ക് ടോട്ടൽ സെയിൽ ആയിട്ട് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇനി നോക്കുക, കോസ്റ്റ് ഓഫ് സെയിൽ, ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് 1,45,000 റുപ്പീസ് ആണ്. ആ കോസ്റ്റിനുള്ള വസ്തു നമ്മൾ എന്ത് ചെയ്തു? 1,89,500 റുപ്പീസിന് നമ്മൾ വിറ്റു. അങ്ങനെയെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്ര രൂപ നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട്? ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 1,89,500 മൈനസ് 1,45,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് 44,500 റുപ്പീസ് ലഭ്യമാവും. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്.